ഹലോ, അസ്സാം വലൈക്കും. ഹിജാബി ഹാങ് ഔട്ടിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാപമോചനവും കാരുണ്യവും എന്ന വിഷയത്തെക്കുറിച്ചിട്ടാണ്. അള്ളാഹു മനുഷ്യ സമൂഹത്തോട് ആവശ്യപ്പെട്ട കാര്യമാണ് പാപമോചനം തേടലും അവൻ്റെ കാരുണ്യത്തെ ചോദിക്കലും. ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാം പടച്ച തമ്പുരാൻ്റെ കൽപ്പന ലംഘിച്ചപ്പോൾ ഉടനെ പാപമോചനം തേടിയത് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവോട് പാപമോചനം നടത്തിയത് ഇപ്രകാരമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. എൻ്റെ രക്ഷിതാവേ, എനിക്ക് അറിവില്ലാത്ത കാര്യം നിന്നോട് ആവശ്യപ്പെടുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. നീ എനിക്ക് പുറത്തു തരികയും നീ എന്നോട് കരുണ കാണിക്കുകയും ചെയ്യാത്ത പക്ഷം ഞാൻ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും എന്നാണ് നൂഹ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തത്. പാപമോചനമായിട്ട് അള്ളാഹുവിനോട് തേടിയത്. വിശുദ്ധമായ കഅബാലയം നിർമ്മിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പശ്ചാത്താപം പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ, തീർച്ചയായും നീ അധികം പശ്ചാത്താപം സ്വീകരിക്കുന്നതും കരുണാനിധിയുമാകുന്നു എന്ന് അൽ-ബഖറ സൂറത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പാപമോചനം തേടിയും അള്ളാഹുവിൻ്റെ കാരുണ്യം ചോദിച്ചും ഖുർആനിലും സുന്നത്തിലും വന്ന ദുആകൾ നിരവധിയാണ്. അങ്ങനെ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. അതിൽ ഒരു ദുആയെക്കുറിച്ചിട്ട് നമ്മൾ പറയാം. ഞങ്ങളുടെ രക്ഷിതാവേ, അതിനാൽ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളുടെ തിന്മകൾ ഞങ്ങളിൽ നിന്ന് മായ്ച്ചു കളയുകയും ചെയ്യണമേ. പുണ്യവാന്മാരുടെ കൂട്ടത്തിലായി ഞങ്ങളെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ രക്ഷിതാവേ, നിൻ്റെ ദൂതന്മാർ മുഖേന ഞങ്ങളോട് നീ വാഗ്ദാനം ചെയ്തത് ഞങ്ങൾക്ക് നൽകുകയും ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ ഞങ്ങൾക്കു നീ നിത്യത വരുത്താതിരിക്കുകയും ചെയ്യണമേ. നീ വാഗ്ദാനം ലംഘിക്കുകയില്ല തീർച്ച എന്നാണ് നമ്മൾ പാപമോചനമായിട്ട് ഇങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. ഇനി വേറൊരു ദുആ നോക്കാം. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ കാര്യങ്ങളിൽ വന്നുപോയ അക്രമങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരേണമേ. ഞങ്ങളുടെ കാലടികൾ നീ ഉറപ്പിച്ചു നിർത്തുകയും സത്യനിഷേധികളായ ജനതക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ. ഇനി അടുത്തത് വേറൊരു പ്രാർത്ഥന നോക്കാം. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. നീ ഞങ്ങൾക്ക് പുറത്തു തരികയും കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിലായിരിക്കും. ഇനി നാലാമതായിട്ട് ഒരു പ്രാർത്ഥന കൂടി കേൾക്കാം. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യവാന്മാരിൽ ഉത്തമനാണല്ലോ. ഇങ്ങനെയുള്ള ഒരുപാട് ദുആകൾ നമ്മൾക്ക് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു തീർച്ചയായിട്ടും നമ്മളുടെ ദുആ സ്വീകരിക്കും. നമ്മുടെ പശ്ചാത്താപം സ്വീകരിച്ച് നമുക്ക് നമ്മളുടെ തെറ്റുകളെല്ലാം പുറത്തു തരും, പാപങ്ങൾ പുറത്തു തരും. പിശാചിൽ നിന്നും എല്ലാം അള്ളാഹു നമ്മളെ അകറ്റി നിർത്തും, കരുണ കാണിക്കും, നേർവഴിയിലാക്കും, എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം നമുക്ക് ഉണ്ടാക്കും, സൗഖ്യം നൽകും, ഉപജീവന മാർഗം തെളിയും. നമ്മൾ അള്ളാഹുവിനോട് മനസ്സുരുകി ദുആ ചെയ്യുക, പശ്ചാത്താപിക്കുക. ചെയ്ത തെറ്റുകൾ നമ്മൾ അള്ളാഹുവിനോട് പശ്ചാത്താപിച്ച് ദുആ ചെയ്യുക. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും തെറ്റുകൾ അള്ളാഹു പുറത്തു തരും ഇൻഷാ അല്ലാ. എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും തെറ്റുകൾ അള്ളാഹു പുറത്തു തരട്ടെ. ദുആ അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.